ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ചക്ക അടയാണ്. അതിനായി പഴുത്ത ചക്ക എടുത്തിട്ടുണ്ട്. പഴുത്ത ചക്ക കഷ്ണങ്ങൾ ഒരു മിക്സി ജാറിലെടുത്ത് അടിച്ചെടുക്കുക. നല്ല പേസ്റ്റ് രൂപത്തിലായതിനു ശേഷം അരിപ്പൊടി, ഉപ്പ് എന്നിവ ഇട്ടിട്ട് മിക്സ് ചെയ്യുക. അരിപ്പൊടിയിലേക്ക് നമ്മൾ ഏലക്ക പൊടിച്ചതും ചുക്ക് പൊടിച്ചതും ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായി നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ശർക്കര ഉരുക്കിയത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഒഴിച്ച് നമ്മൾ വീണ്ടും ഈ മിക്സ് കുഴച്ചെടുക്കുക. നല്ല രീതിക്ക് കുഴച്ചെടുക്കണം. ഇതിലോട്ട് നമ്മൾ കുറച്ച് തേങ്ങ ചിരകിയതും നമുക്ക് ആഡ് ചെയ്യാം, കൂട്ടത്തിൽ നെയ്യും. എന്നിട്ട് വീണ്ടും കുഴച്ചെടുക്കുക. നല്ലപോലെ മിക്സ് ആയതിന് ശേഷം നമ്മൾ ഒരു വാഴൻ്റെ ഇലയിലാണ് നമ്മളിത് അട വേവിച്ചെടുക്കാൻ പോകുന്നത്. ഈ മിക്സ് എടുത്തിട്ട് നമുക്ക് വാഴയിലയിൽ ഇങ്ങനെ പരത്തി വെച്ച് കൊടുക്കാം. കൈകൊണ്ട് ഇങ്ങനെ തടവി പരത്തിയെടുക്കുക. എന്നിട്ട് ഈ വാഴൻ്റെ ഇല ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഈ രീതിക്കാണ് നമ്മൾ ക്ലോസ് ചെയ്യേണ്ടത്. ഇത് ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ആവി പാത്രത്തിലേക്ക് മാറ്റാം. ഈ ആവി പാത്രത്തിൽ നമ്മൾ ഓരോന്നായി അടുക്കി വെച്ചതിന് ശേഷം നമ്മൾ അടുപ്പിൽ വെച്ച് ആവി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് അടച്ച് വെച്ച് 20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. 20 മിനിറ്റിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ അടിപൊളി ചക്ക അട തയ്യാറാകും. ഇങ്ങനെ ഓരോന്നായി നമുക്ക് ചെയ്തെടുക്കാം. അടുത്ത ട്രിപ്പിനുള്ളതാണ് നമ്മൾ തയ്യാറാക്കി വെക്കുന്നത്. അപ്പോൾ ടേസ്റ്റി ചക്ക അട ഈസ് റെഡി.